എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അവസാനിക്കുന്ന ടേംസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് IPO എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു വീഡിയോ ആണ് ഇത്. നമ്മുടെ ഏഞ്ചൽ വണ്ടി ഡിമാറ്റ് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിൽ ഒരു ഹോം സ്ക്രീൻ ആയിരിക്കും വരിക. ഈ സ്ക്രീനിൻ്റെ ഇടത് സൈഡിൽ മുകളിൽ പ്രോഡക്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോക്സ്, F&O, മ്യൂച്വൽ ഫണ്ട്സ്, കമ്മോഡിറ്റി, IPO എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ IPO ക്ലിക്ക് ചെയ്യുക. അവിടെ തന്നെ ഏറ്റവും മുകളിൽ ടേംസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് ക്ലോസസ് ഓൺ 24 ഓഗസ്റ്റ് 2026 കാണിക്കുന്നുണ്ടല്ലോ. അവിടെ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓൾറെഡി ഇൻവെസ്റ്റർ ടൈപ്പ്, റീറ്റെയിൽ, നമ്പർ ഓഫ് വോട്ട്സ് 1, ആഡ് കട്ട് ഓഫ് പ്രൈസ്, ഇതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ നിലവിൽ IPO അപ്ലൈ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ UPI ഇവിടെ ഓൾറെഡി ഡിഫാൾട്ടായിട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ അത് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേയുടെ അല്ലെങ്കിൽ ഫോൺ പേയുടെ UPI കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്യുക. ശേഷം അപ്ലൈ ഫോർ IPO. അപ്ലൈഡ് ഫോർ IPO കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: യു വിൽ റിസീവ് ദ പേയ്മെൻറ്റ് മാൻഡേറ്റ് ഓൺ UPI ആപ്പ്. അതായത് നമ്മളിവിടെ ആപ്ലിക്കേഷൻ, ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ കംപ്ലീറ്റ് ചെയ്താലും നമ്മുടെ ഏത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ, ഏത് ആപ്ലിക്കേഷനിലെ UPI ID ആണോ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, അവിടെ ഇത് മാൻഡേറ്റ് അപ്രൂവ് ചെയ്യാനായിട്ട് വരും. അത് ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ പേയിലേക്ക് പോവുകയാണ്. സ്ക്രീൻ കാണാം നിങ്ങൾക്ക്. യഥാർത്ഥത്തിൽ ഇവിടെയാണ് വരേണ്ടത്. ഈ പറഞ്ഞതുപോലെ ഈ ഗൂഗിൾ പേയിൽ ബിസിനസ് കാറ്റഗറിയിൽ ഇവിടെ കാണിക്കും, അല്ലെങ്കിൽ പോപ്പപ്പായി കടന്നു വരും. ചിലപ്പോൾ പെട്ടെന്ന് വരാം, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരാം. എന്തു തന്നെയായാലും ആ ഗൂഗിൾ പേയിൽ നമ്മളിത് മാൻഡേറ്റ് അപ്രൂവ് ചെയ്തില്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പോപ്പപ്പ് ഇവിടെ കാണുന്നില്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ എടുത്തു കഴിഞ്ഞിട്ട് താഴെ പീപ്പിൾ, ബിൽസ്, റീചാർജസ്, അതിൻ്റെ തൊട്ട് താഴെ ബിസിനസ് എന്നൊരു ഹെഡുണ്ട്. ആ ഹെഡിൻ്റെ തൊട്ട് താഴെ തന്നെ ആ കമ്പനിയുടെ പേര് ടേംസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ലിമിറ്റഡ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് അപ്രൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ അപ്രൂവ് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മുടെ ഗൂഗിൾ പേയുടെ പിൻ അടിച്ച് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.